പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരശുരാമസ്വാമിയെക്കുറിച്ച് പാർട്ട് 2-ൽ നമ്മൾ പറഞ്ഞു. കാർത്തവീരാർജുനൻ്റെ കാര്യവും പറഞ്ഞു. അപ്പം നമ്മൾ രാമായണം തുടങ്ങുന്നതിന് മുമ്പ് ഗുരുക്കന്മാരെ പൂജിക്കുന്ന കാര്യം പറഞ്ഞു, കുടുംബദേവതയെ പൂജിക്കുന്ന കാര്യം പറഞ്ഞു. അതിലുപരിയായിട്ട് വാൽമീകി മഹർഷിയുടെ ശ്രീരാമനാമം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ചിന്തിക്കണം. നമുക്ക് ഈ രാമായണം എഴുതി തന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. അതായത് മലയാള ഭാഷയുടെ പിതാവ്, എഴുത്തച്ഛൻ. അപ്പം നമ്മുടെ ഗുരുവാണ്. അദ്ദേഹത്തെ നമ്മൾ മനസ്സിൽ പൂജിക്കുന്നത് അനന്തരൂപം സകല പ്രബോധം അനന്തനാഥാമൃതപാരിജാതം മാനുഷ്യ പരമേശ്വര വിസ്വരൂപം വ്യായാമിരുഞ്ചത്തിലും ആര്യപാദം. അങ്ങനെ ആചാര്യൻ്റെ പാദം നമിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇതിനകത്തൊരു പ്രത്യേകം ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വലിയ അറിവൊന്നുമുള്ള ആളല്ല. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാൽ സദയം നിങ്ങൾ ക്ഷമിക്കണം.